ഹലോ. അടുത്ത ഇതുവരെ നമ്മൾ നോക്കിയത് ഫ്രീലി ഫോളിംഗ് ബോഡി 1 ഡയമെൻഷണൽ മോഷനാണ്. ഇനി നമുക്ക് ഒരു 2 ഡയമെൻഷണൽ മോഷനിലേക്ക് പോകാം. അത് പ്രൊജക്ടൈൽ മോഷൻ. നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഒരു പ്രൊജക്ടൈൽ. അതിൽ ഒരു പ്രൊജക്ടൈൽ എക്സ് ആക്സിസിന് തീറ്റ എന്നുള്ള ആംഗിളിൽ വി എന്ന വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്താണ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഫോഴ്സിന്റെ എക്സ് കോർഡിനേറ്റ് ഇസ് ഈക്വൽ ടു 0, വൈ കോർഡിനേറ്റില് ഫോഴ്സിന്റെ വൈ കമ്പോണന്റ് എന്താണ് താഴത്തേക്ക് എം ജി എന്നുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. എക്സ് ഡയറക്ഷനിലെ നോ ഫോഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആക്സിലറേഷൻ അലോങ് എക്സ് ഡയറക്ഷൻ ഈക്വൽ ടു 0 ആൻഡ് ആക്സിലറേഷൻ അലോങ് വൈ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു -g താഴോട്ട്. ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി v0 ആണെന്ന് വിചാരിക്കുക. v0 ആണെങ്കിൽ അതിന്റെ എക്സ് കമ്പോണന്റ് vx is equal to v0 cos theta and vy is equal to v0 sin theta. അപ്പോൾ നമ്മൾ ഇതിൽ നേരത്തെ ചെയ്തിട്ടുള്ള 1 ഡയമെൻഷനിലുള്ള ചെയ്തതിന്റെ അതേ കാര്യങ്ങൾ രണ്ട് എക്സിനും വൈക്കും രണ്ട് കമ്പോണന്റിനും 2 ഡയമെൻഷനും വേറെ വേറെ ചെയ്യേണ്ടത്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. സെയിം സ്റ്റെപ്പ് നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ vx of I plus 1 is equal to vx of I plus h into ax. ax is the acceleration along x direction and xi plus 1 is equal to xi plus h into vxi. ഈ ഫോർമുലയാണ് നമുക്ക് എക്സ് ഡയറക്ഷനിൽ ഉപയോഗിക്കേണ്ടത്. ഈ സ്റ്റെപ്പാണ് നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കേണ്ടത്. അതുപോലെ വൈ ഡയറക്ഷനിൽ ay is equal to -g, ഇനിഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു vy is equal to v0 sin theta and vy of I plus 1 is equal to vi yi minus h into g. h is step height. yi plus 1 is equal to yi plus h into vi. ഇതിന്റെ എക്സിന് നേരത്തെ നമ്മൾ ചെയ്ത എക്സ് കോർഡിനേറ്റിന് ചെയ്തതുപോലെ തന്നെ വൈ കോർഡിനേറ്റിന് രണ്ടിനും കൂടി ചെയ്യണം. അത്രയോട്ട് വ്യത്യാസം. അപ്പോൾ അഡീഷണൽ ആയിട്ട് 1-2 ടേമും കൂടി അധികം വരും. അപ്പോൾ നമുക്ക് അതിന്റെ പൈത്തൺ കോഡ് എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ അതുപോലെ നമുക്ക് ഇതിന്റെ മാക്സിമം ഹൈറ്റ്, റേഞ്ച് ആൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റ്, ഈ മൂന്നെണ്ണമാണ് സാധാരണ പ്രൊജക്ടൈൽ മോഷനിൽ നമ്മൾ കണ്ടുപിടിക്കാറുള്ളത്. അനലിറ്റിക്കൽ മെത്തേഡിൽ കണ്ടുപിടിക്കാം. അത് നമുക്ക് ന്യൂമറിക്കൽ മെത്തേഡിൽ കണ്ടുപിടിക്കണം ഇവിടെ. അപ്പോൾ അതിൽ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ v ഈക്വൽ ടു v0 അത് എൻ്റർ ചെയ്തിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ഡെൽറ്റ ടി ടൈം ഇൻക്രീസ് ചെയ്ത് പോയി എവിടെയാണോ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന ആ സമയത്ത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാന്നാണ് വൈ കോർഡിനേറ്റ് ബിക്കം 0, അതാണ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത്. അവിടെ എത്തുമ്പോൾ അതിന് മാക്സിമം അതിൻ്റെ റേഞ്ച് ആയി. വൈ കോർഡിനേറ്റ് മാക്സിമം ആവുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം ഹൈറ്റ് ആയി. ആൻഡ് ഇവിടുന്ന് 0 അവിടെ നിലത്ത് ടച്ച് ചെയ്യുന്നത് വരെയുള്ള ടൈം അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്. ഈ മൂന്നെണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ അതിൻ്റെ ഗ്രാഫിന് ട്രാജക്ടറിയുടെ ഗ്രാഫും വരും. അപ്പോൾ നമുക്ക് നോക്കാം. നേരത്തെ പോലെ തന്നെ ഫ്രം matplotlib പൈലാർ ഇമ്പോർട്ട് സ്റ്റാർ, ഫ്രം numpy ഇമ്പോർട്ട് സ്റ്റാർ, ഇത് രണ്ടും ഇത് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ടുള്ളത്. h is equal to float input enter time step size, അത് പിന്നെ ടൈം സൈസ് ചെയ്യുന്നു. t is equal to നമ്മൾ ഇതിനെ ഒരു അറേ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. t is equal to zeros n+1 എലമെന്റ്സ് ഉള്ള ഒരു അറേ ആണിത്. അതുപോലെ vx is equal to zeros vy ഇതൊക്കെ ഇനിഷ്യലൈസ് ചെയ്തു എക്സ് വൈ. ഇനി നമ്മൾ എക്സിന്റെ ഇനീഷ്യൽ വാല്യൂ എക്സ് ഓഫ് 0 ഇനീഷ്യൽ പൊസിഷൻ, ഇത് സാധാരണ ഗതിയിൽ നമ്മൾ ഇനീഷ്യൽ പൊസിഷൻ ഈക്വൽ ടു 0 എന്ന് എടുക്കും. എക്സ് ഓഫ് 0 is equal to ഫ്ലോട്ട് ഇൻപുട്ട് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. 0 ആണെങ്കിൽ എൻ്റർ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് എക്സ് ആൻഡ് y of 0 is equal to float input enter initial position of y. v is equal to float the input starting velocity, initial velocity, input enter initial velocity. Theta is the angle of projection in degrees കൊടുക്കുന്നു. അതിനെ നമ്മളിവിടെ theta is equal to theta into pi by 180, ഇത് പിന്നെ pi by 180 ആണ് കേട്ടോ, തെറ്റിയിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്യണം. theta is equal to theta into pi by 180. ഇത് തീറ്റയെ നമ്മൾ
റേഡിയസിലേക്ക് കൺവേർട്ട് ചെയ്യും. ടി ഓഫ് 0 is equal to 0 സ്റ്റാർട്ട് ചെയ്യുന്നു. അറ്റ് ടൈം ടി is equal to 0 സ്റ്റാർട്ട് ചെയ്യുന്നു. വി എക്സ് ഓഫ് 0, വി എക്സിന്റെ വെലോസിറ്റിയുടെ എക്സ് കമ്പോണന്റിന്റെ ഇനിഷ്യൽ വാല്യൂ വി ഇൻറ്റു കോസ് തീറ്റ, വി വൈ is equal to അതിന്റെ വൈ കമ്പോണന്റിന്റെ വെലോസിറ്റിയുടെ വൈ കമ്പോണന്റിന്റെ 0 ഇനിഷ്യൽ വാല്യൂ വി ഇൻറ്റു സൈൻ തീറ്റ, എ എക്സ് ഈക്വൽ ടു 0, എ വൈ is equal to -9.8. ഇതാണ് രണ്ട് ഫോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഫോർ ഐ ഇൻ റേഞ്ച്, ഇനി നമ്മൾ കാൽക്കുലേഷൻ വരുന്നത് ഇവിടുന്ന്. ഫോർ ഐ ഇൻ റേഞ്ച് 0 to n, Vx of I plus 1 is equal to Vx of I plus Ax into H. Ax of I വേണം. വേണ്ട, Ax equal to 0 ആണ്, Ay is equal to 9.8 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ Vy of I plus 1 is equal to Vy of I plus Ay into H. X of I plus 1 is equal to X of I plus Vx of I plus into H. Y of I plus 1 is equal to Y of I plus Vy of I into H. T of I plus 1 is equal to T of I plus H. ഇത് നമ്മൾ ഈ റേഞ്ചിൽ കംപ്ലീറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് വെലോസിറ്റിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഇടയിൽ നമുക്ക് എവിടെ പിന്നെ വെലോസിറ്റിയുടെ വാല്യൂ വൈ കമ്പോണന്റ് വൈ ഡിസ്റ്റൻസ് 0 ആകുമ്പോൾ അവിടെ വെച്ച് നിർത്താം നമുക്ക്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിൽ എഴുതുമ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റും കൂടി കൊടുത്ത് വൈയുടെ വാല്യൂ 0 ആവുന്ന സമയത്ത് നിർത്തുന്ന വിധത്തിൽ ചെയ്യാം. ഇതിൽ നമുക്ക് ഈ പ്ലോട്ട് ചെയ്യാനുള്ളത് ഫിഗർ 1, ടൈറ്റിൽ എക്സ് ലാബൽ വൈ ലാബൽ ഗ്രിഡ്, പ്ലോട്ട് എക്സ് വൈ, കളർ ഈക്വൽ ടു കെ. ഇത് എക്സ് ആൻഡ് വൈ ഇതിന്റെ ട്രാജക്ടറി പ്ലോട്ട് ചെയ്യാനുള്ള ഗ്രാഫാണ്, പ്ലോട്ട് ചെയ്യുമ്പോഴുള്ള ഗ്രാഫ്. ഫിഗർ 2 ടൈറ്റിൽ വെലോസിറ്റി ടൈം ഗ്രാഫ്, എക്സ് ലാബൽ വൈ ലാബൽ ഗ്രിഡ് ആൻഡ് പ്ലോട്ട് ടി വി എക്സ്, പ്ലോട്ട് ടി വൈ, അത് വി എക്സിന്റെയും വി വൈയുടെയും ടൈം ഡിപ്പെൻഡൻസ് വേറെ വേറെ, അത് അത്രയും കഴിഞ്ഞാൽ ഷോ. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഈ പ്രോഗ്രാം നമുക്ക് ഇതിലൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ 1-2 മാറ്റങ്ങൾ ഞാൻ ഇതിൽ വരുത്തിയിട്ടുണ്ട്. ടി എഫ് ഇസ് ഈക്വൽ ടു ഫൈനൽ ടൈം നമ്മൾ ഒരു വലിയൊരു ടൈം ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. എച്ച് ഇസ് ഈക്വൽ ടു ഫ്ലോട്ട് ഇൻപുട്ട് എൻ്റർ സ്റ്റെപ്പ് ഹൈറ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എൻ ഇസ് ഈക്വൽ ടു ടി എഫ് ബൈ എച്ച്, നമ്പർ ഓഫ് സ്ട്രിപ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നത് എത്ര എൻ ആണ്, എത്ര സ്റ്റെപ്സ്. Vx is equal to zeros, Vy is equal to 0, x equal to 0, y is equal to 0, t is equal to zeros. ഇത് മൂന്നും എല്ലാം അറേസ് ആയിട്ട് ഡിഫൈൻ ചെയ്തു. അടുത്തതായിട്ട് ഇനീഷ്യൽ വാല്യൂ ഓഫ് എക്സ് ഇൻപുട്ട്, ഇനീഷ്യൽ വാല്യൂ ഓഫ് എക്സ്, ഇനീഷ്യൽ വാല്യൂ ഓഫ് വൈ. പിന്നെ വി ഇസ് ഈക്വൽ ടു ഫ്ലോട്ട് ഇൻപുട്ട്, ഇനീഷ്യൽ വാല്യൂ ഓഫ് വെലോസിറ്റി ആൻഡ് ഇനീഷ്യൽ എൻ്റർ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഇൻ ഡിഗ്രീസ്. ഇത്രയും നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ ഇൻറ്റു പൈ ബൈ 180, T of 0 is equal to 0, starting position time is equal to 0, Vx of 0 is equal to V into cos theta, Vy of 0 is equal to V into sin theta, Ax is equal to 0 and Ay is equal to -9.8. ഇത് നമ്മൾ നേരത്തെ പ്രോഗ്രാമിൽ നേരത്തെ പറഞ്ഞത്. For I in range 0 to n, Vx of I plus 1 is equal to Vx of I plus Ax into H, Ax is equal to 0 ആണ് നമുക്കറിയാം. അപ്പോൾ ഈ ടേം നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ ഒഴിവാക്കാം. Vy of I plus 1 is equal to Vy of I plus Ay into H. X of I plus 1 is equal to X of I plus Vx of I into H. Y of I plus 1 equal to Y of I plus Vy of I into H. If yi plus 1 is less than or equal to 0 ആവുമ്പോൾ നമുക്ക് അവിടെ നിർത്തണം, ബ്രേക്ക്. I plus 1 is equal to Ti plus H. എന്നിട്ട് ഇത് റിപ്പീറ്റ് ചെയ്തു. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ടൈമിന്റെ വാല്യൂ, ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ഈക്വൽ ടു ടി ഓഫ് ഐ പ്ലസ് 1 ഇവിടെ ബ്രേക്ക് ചെയ്യുന്ന സമയം. അപ്പൊ ഇതിൽ ഓരോ സമയത്തും ഇത് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. ഓരോ ടി ഓഫ് ഐ പ്ലസ് 1 ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഇഫ് വൈ ഐ പ്ലസ് 1 ലെസ് ദാൻ ഓർ 0 ആവുമ്പോൾ ബ്രേക്ക് ചെയ്യാൻ പറയുമ്പോൾ അവിടെ ലാസ്റ്റ് കൊടുത്തിട്ട് ടൈം ഓഫ് ഫ്ലൈറ്റ്, ആ ടൈം ഇവിടെ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നുള്ള വാല്യൂ ആയിട്ട് പുറത്തേക്ക് വരും. അപ്പൊ ഈ ഫോർ ലൂപ്പിന്റെ പുറത്തേക്ക് വരുമ്പോഴേക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് ലാസ്റ്റ് സ്റ്റോർ ചെയ്തിട്ടുള്ള ടൈം
നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് ആയിട്ട് കിട്ടും. അതായത് y is equal to 0 ആകുമ്പോൾ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ. പ്രിന്റ് ഇത് നമ്മൾ അതിന്റെ മാക്സിമം ഓഫ് വൈയുടെ മാക്സിമം ആണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്, അല്ല ഹൈറ്റ്, ആൻഡ് ഹൊറിസോണ്ടൽ മാക്സിമം ഹൈറ്റ്. ആൻഡ് പ്രിന്റ് എക്സിന്റെ മാക്സിമം വാല്യൂ ആണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത ലാസ്റ്റ് ടൈമിന്റെ വാല്യൂ. അങ്ങനെ 3 ഇതിന്റെ പ്രിന്റ് ഔട്ട് കൊടുക്കാനുള്ള ഇതും കൂടി ഇത് ഞാൻ ഇവിടെ ചേർത്തത്. ഫിഗർ 1 ടൈറ്റിൽ, എക്സ് ലാബൽ, വൈ ലാബൽ, ഗ്രിഡ്, പ്ലോട്ട്. പിന്നെ ഫിഗർ 2 ടൈറ്റിൽ, എക്സ് ലാബൽ, വൈ ലാബൽ, ഗ്രിഡ്. പിന്നെ പ്ലോട്ട്, അതിലെ പ്ലോട്ട് ടി വി എക്സ്, ടി വി വൈ ആൻഡ് ഷോ. അപ്പൊ ഫിഗർ 1 ആൻഡ് ഫിഗർ 2 നമുക്ക് ഇവിടെ കിട്ടും. അത് എന്നിട്ട് പ്ലോട്ട് ചെയ്യണം. നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അതിന്റെ ഒരു ഓപ്റ്റിമം വാല്യൂ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടി എഫ് ഒരു 20 സെക്കൻഡ്സ് കൊടുക്കാം. h is equal to 0.1 കൊടുക്കാം, x equal to 0, y is equal to 0, velocity equal to 100, angle is equal to 45. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് സ്റ്റെപ്പ് സൈസിനനുസരിച്ച്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റെപ്പ് സൈസിനനുസരിച്ച് ഇതിന്റെ ആക്യുറസിയിൽ വ്യത്യാസം വരാം. അപ്പൊ അതിന് നമുക്കൊരു ഓപ്റ്റിമം വാല്യൂ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഒരു നല്ല റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുന്നുള്ളൂ. ട്രയൽ ആൻഡ് എറർ ആയിട്ട് നമുക്ക് പല ഇതിന്റെ എല്ലാതും മാറ്റി നമുക്ക് ഓരോ പ്രാവശ്യവും മാറ്റി ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ അതെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഓരോ സ്ഥലത്ത് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ഫൈനൽ ടൈം. ഇവിടെ ഓപ്റ്റിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ടി ഓഫ് ഇസിക്വൽ 20 പറഞ്ഞുള്ളൂ. അപ്പോൾ അത് 20 കൊടുത്തു. h is equal to 0.1, 0.1. അടുത്ത x equal to 0, y-യുടെ ഇനീഷ്യൽ പൊസിഷൻ 0. പിന്നെ എൻ്റർ വെലോസിറ്റി ഓഫ് 100 ആണ് ഓപ്റ്റിമം വാല്യൂ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ആംഗിൾ ഇസ് ഇക്വൽ ടു 45. അപ്പൊ നമുക്കിതില് ഇതാണ് പ്രൊജക്ടൈൽ മോഷന്റെ അതിന്റെ ട്രാജക്ടറി, എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ. അതിൽ 0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ മാക്സിമം ഹൈറ്റ് ആയി. മാക്സിമം ഹൈറ്റ് വരുന്നത് ഏകദേശം 500ന്റെ അടുത്ത്, 400, എക്സ് ഈക്വൽ ടു 500ന്റെ അടുത്ത്. ആൻഡ് ടോട്ടൽ 500 ടോട്ടൽ എക്സ് എന്ന് പറയുന്നത് 1031ന്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പം ഇതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയത് മാക്സിമം ഹൈറ്റ് ഇസ് 258 വരുന്നു. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1032 വരുന്നു. ആൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റ് 14.49 സെക്കൻഡ്സ് ആയപ്പോൾ അത് അവിടുന്ന് ആ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റോട് പുറത്തേക്ക് വന്നു. എന്നിട്ട് ഈ റിസൾട്ട് നമുക്ക് കിട്ടി. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ റിസൾട്ട് ഒന്ന് ഓർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. പിന്നെ ഇത് ക്ലോസ് ചെയ്തു. അതില് നമുക്കറിയാം പ്രൊജക്ടൈൽ മോഷനിലെ മാക്സിമം റേഞ്ച് കിട്ടുന്നത് 45 ഡിഗ്രീസ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ വരുമ്പോഴാണ്. നമുക്കതിലൊരു 30 ഡിഗ്രി ആക്കി കഴിഞ്ഞാൽ എന്താ വരാൻ നോക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഇക്വൽ ടു 20.1, ഇനീഷ്യൽ പൊസിഷൻ 0, വെലോസിറ്റി 100, ആൻഡ് ഇത് 30 ആക്കുമ്പോൾ ഇതിന്റെ ഷേപ്പ് ഏകദേശം സെയിം തന്നെ. ഇത് ഈ ആംഗിൾ 30 ആണ്. ഇത് സ്കെയിൽ അനുസരിച്ചല്ല, ഇതിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റിന്റെ സ്കെയിൽ അനുസരിച്ചാണ് വരച്ചുള്ളത്, ഈ ആംഗിളിന്റെ സ്കെയിലല്ല. അപ്പൊ അതുകൊണ്ട് ആ സ്കെയിൽ നമ്മൾ വേണമെങ്കിൽ അത് മാറ്റി വേറെ എഴുതണം. അപ്പൊ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ മാക്സിമം ഹൈറ്റ് ഈസ് 130, ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് 900 പറഞ്ഞിട്ട് നമുക്ക് നേരത്തെ കിട്ടിയിരുന്നത് മാക്സിമം റേഞ്ച് എന്ന് പറഞ്ഞാൽ 1032. അപ്പൊ അതിനേക്കാൾ വളരെ കുറവാണ് 30 ഡിഗ്രി ആംഗിളിൽ പ്രൊജക്ട് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ പ്രൊജക്ടൈലിന്റെ ഇതിങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൽ ഒരു പ്രോഗ്രാമും കൂടിയാണ് ചെയ്യാനുള്ളത്, റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം. എല്ലാ റേഡിയോ ആക്ടിവിറ്റിയുടെയും റേറ്റ് ഓഫ് ഡീകേ, dn/dt, റേറ്റ് ഓഫ് ഡീകേ ഈസ് പ്രൊപ്പോർഷണൽ ടു n. അതാണ് നമ്മുടെ തിയറിയിൽ പറയുന്നത്. നമ്പർ ഓഫ് ഇനീഷ്യൽ ന്യൂക്ലിയസിന്റെ എണ്ണം കൂടുമ്പോൾ റേറ്റും കൂടും, നമ്പർ കുറഞ്ഞു വരുമ്പോൾ റേറ്റും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇതില്
dn by dt ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഡിക്രീസ് ആവുന്നതുകൊണ്ട് n ഡിക്രീസ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് കുറയുന്നതുകൊണ്ട് നമുക്ക് അതിനെ മൈനസ് എന്ന് എഴുതാം. dn by dt is equal to നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കളഞ്ഞിട്ട് എഴുതുമ്പോൾ ഈക്വൽ ടു ലാംഡ n ഇൻറ്റു n. ഇതിലെ ലാംഡയാണ് നമ്മൾ ഡെസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഡി കെ കോൺസ്റ്റന്റ് അല്ലെ ഡെസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് എഴുതാം n ഈക്വൽ ടു n0 e to the power of minus lambda t എന്നൊക്കെയുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം. ഇതിന്റെ സൊല്യൂഷൻ n is equal to n0 e to the power of minus lambda t, where n0 is the initial number of nuclei and time t lambda time t യിലുള്ള number of nuclei n undecayed nuclei യുടെ എണ്ണം, where n0 is the number of nuclei present at the time t is equal to 0 and n is the number of nuclei at the time t undecayed nucleus ആണ് പറയുന്നത്. As radioactive decay is a random process not controlled by external factors, the problem can be easily dealt with numerical methods. അപ്പോൾ നമുക്ക് dn by dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n of t plus delta t minus n of t divided by delta t എന്ന് എഴുതാം. ഇതിനെ നമുക്ക് n of t plus delta t is equal to n of t into 1 minus lambda into delta t എന്ന്. ഈ ഡെൽറ്റ ടി നമ്മൾ സെലക്ട് ചെയ്തിട്ട് h എന്നെടുക്കുകയാണ്. സ്റ്റെപ്പ് ഹൈറ്റ് ഈക്വൽ ടു h എന്നെടുക്കാം. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ ഓയിലർ മെത്തേഡിൽ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ n ഓഫ് ഇത് i plus 1 ഇത് i, അപ്പൊ n of i plus 1 equal to n of i ni5 into 1 minus lambda in h എന്ന് എഴുതാം, where h is equal to delta t, the step size in time. ഇതിന്റെ ഒരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ഈ ഓയിലർ മെത്തേഡ് നമ്മൾ ചെയ്തു വന്നത് മുഴുവൻ ഓയിലർ മെത്തേഡ് മാത്രമാണ്. ഓയിലർ മെത്തേഡിൽ ഇതിന്റെ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഫ്രം matplotlib pylab import star from numpy import time of flight അല്ല final time, enter final time, h is equal to float input time step size delta t അല്ലെങ്കിൽ h, n is equal to അതിനെ എത്ര സബ് ഡിവൈഡ് ചെയ്യുന്നു നോക്കാം. tf by h ആണ് ഇവിടെ തെറ്റിയിട്ടുണ്ട്. tf by h. ടൈം is equal to 0. ഇനി നമ്മളിതിനെ അറേസ് ആയിട്ട് ഡിഫൈൻ ചെയ്യും. ടൈം ആൻഡ് നമ്പർ ഓഫ് ന്യൂക്ലിയർ ക്യാപിറ്റൽ N, ഇതാണ് ഇതിനെ സീറോസ് എന്ന് പറയുന്നത്. ലാംഡ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു ഡെസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ്. അതിന്റെ ന്യൂക്ലിയറിന്റെ അതിന്റെ ഇനീഷ്യൽ നമ്പർ n0 ഈക്വൽ ടു നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. ടൈം is equal to 0 സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് ആകെ രണ്ട് സ്റ്റെപ്പ് എഴുതാനുള്ളൂ. ഫോർ i in range nucl of i plus 1 is equal to nucl of i into 1 minus h into lambda. 1 minus h into lambda. Time of i plus 1 is equal to time of i plus h. ഇനി നമ്മൾ ഇതിന്റെ ഇത് കംപ്ലീറ്റ് ഇത് കഴിയുമ്പോഴേക്കും ഇത് മുഴുവൻ സ്റ്റോർ ചെയ്തു. പ്ലോട്ട് ടൈം nucl കളർ ഈക്വൽ ടു k, ടൈറ്റിൽ നമ്മൾ സ്ഥിരം ഗ്രാഫ് വരയ്ക്കുന്നതിന്റെ സ്റ്റെപ്സ് ആണ്. എക്സ് ലാബൽ, വൈ ലാബൽ, ഗ്രിഡ് ആൻഡ് ഷോ. പ്ലോട്ട് നമ്മൾ ഇവിടെ ഉണ്ട്, പ്ലോട്ട് ആൻഡ് ഷോ. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇത് എങ്ങനെയാണ് നമുക്കറിയാം. എക്സ്പോണൻഷ്യൽ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുകയാണെന്ന് വെച്ചാൽ ഒരു ഹൈ വാല്യൂന്ന് സഡൻ ആയിട്ട് ഡിക്രീസ് ചെയ്ത് ഇങ്ങനെ വന്ന് കുറഞ്ഞു പോകുന്ന ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുക. അത് നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ കാണാം ആ ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെ വരുന്നുണ്ട്. റേഡിയോ ആക്ടിവിറ്റി ഇത് നമ്മുടെ അതിലെ ഒരു ഓപ്റ്റിമം വാല്യൂ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ പറ്റുന്നതാണ്. h is equal to 0.01, tf is equal to 6 and designation constant 0.693, n is equal to 10,000. 10,000 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഗ്രാഫ് കിട്ടും ഒരു ഓപ്റ്റിമം വാല്യൂസിലുള്ള. അതിൽ tf is equal to float input, h is given as input, n is calculated tf by h. ടൈം ആൻഡ് ന്യൂക്ലിയർ നമ്മൾ പറഞ്ഞ് അത് സീറോസ് അതിന്റെ അറേ ആയിട്ട് ഡിഫൈൻ ചെയ്തു. ലാംഡ ഇസ് ഇക്വൽ ടു ഫ്ലോട്ട് ഇൻപുട്ട് അത് എൻ്റർ ചെയ്തു. അതിന്റെ n0 എൻ്റർ ചെയ്തു. ആൻഡ് ടൈം ഓഫ് 0 ഇസ് ഇക്വൽ ടു 0. ഇനി നമ്മൾ ഇത് നമ്മുടെ ഓയിലർ മെത്തേഡിന്റെ 2-3 സ്റ്റെപ്പുകൾ ഇവിടെ എഴുതി. അത് കഴിഞ്ഞ് പ്ലോട്ടിന്റെ സ്റ്റെപ്പ് എഴുതി. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇതില് എൻ്റർ ഫൈനൽ ടൈം അതിൽ ഒപ്റ്റിമം വാല്യൂ പറയുന്നത് 6 ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 6 സ്റ്റെപ്പ് 8 0.01
പിന്നെ ഡെസിഗ്രേഷൻ കോൺസ്റ്റന്റ് 0.693. അടുത്തത് നമ്പർ ഓഫ് ഇനീഷ്യൽ ന്യൂക്ലിയൈ 10,000. ഇത് 10,000 കൊടുത്ത ഇതാണ് നമുക്ക് ന്യൂക്ലിയർ ഡിക്കേയുടെ ഗ്രാഫ്. ഇതിങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇനി അതിൻ്റെ ഓരോ ടൈമിലുള്ള നമ്പർ ഓഫ് ഇത് നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് അതിനിടയ്ക്ക് കൊടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് ഇതിൻ്റെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി മറ്റൊരു നമ്പർ കൊടുത്തു നോക്കാം. ഇനീഷ്യൽ ടൈം 6 seconds, step height 0.01, decigration 693, and 10,000 1 lakh. അപ്പോഴും നമുക്ക് ഗ്രാഫ് ഇതേ ഷേപ്പിലാണ് വരുന്നത്. ഇതിൻ്റെ ജനറൽ ബിഹേവിയർ ഇങ്ങനെ തന്നെ വരുന്നത്. ഇതിൻ്റെ ഗ്രാഫിൻ്റെ വൈ കോർഡിനേറ്റും എക്സ് കോർഡിനേറ്റും തമ്മിലുള്ള ആ ഗ്രാഫൊക്കെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കുന്നു. അത് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഈ രീതിയിലാണ് വരുന്നത്. ഇങ്ങനെ റേഡിയോ ആക്ടിവിറ്റി ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് കമ്പ്യൂട്ടേഷണൽ ഫിസിക്സിൽ പഠിക്കാറുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടേഷണൽ ഫിസിക്സിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആവുകയാണ്. ഇതിൽ നിങ്ങൾ ചെയ്തു നോക്കുക. ഇതിൽ കൂടുതൽ പ്രോബ്ലംസ് പുസ്തകത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു നോക്കുക. കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. അതിൻ്റെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം.